ഇതിനൊപ്പം ഈ കുഞ്ഞികൃഷ്ണനെതിരായ നടപടിയിൽ ഇപ്പോൾ കണ്ണൂരിലെ CPM-നകത്ത് പൊട്ടിത്തെറി രൂപപ്പെടുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വിവിധ ബ്രാഞ്ചുകളിലും മറ്റും നേതാക്കൾ പാർട്ടി ബന്ധം ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നു, ചില രാജികൾ രൂപപ്പെടുന്നു. ഇതൊരു വലിയ പ്രശ്നമായി കണ്ണൂരിലെ CPM-നകത്ത് മാറുകയാണോ ഈ വി കുഞ്ഞികൃഷ്ണനെതിരായ നടപടി? തീർച്ചയായും ഈ വി കുഞ്ഞികൃഷ്ണനെതിരായ നടപടി പാർട്ടിയുടെ കീഴ്ഘടകങ്ങളെ ബോധിപ്പിക്കാൻ പാർട്ടി നേതൃത്വത്തിനായില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. അതായത് കൂർക്കര CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ പ്രദേശം. അവിടെ കൂർക്കര ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിൽ നിന്ന് 12 പേരാണ് യോഗം ബഹിഷ്കരിച്ച് മടങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കുഞ്ഞികൃഷ്ണനെതിരായ നടപടി അംഗീകരിക്കില്ലെന്നാണ് ആശങ്കകൾ പറയുന്നത്. കാരണം കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണങ്ങൾ അത് കൃത്യമാണ്. കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ഫണ്ട് തട്ടിപ്പ് ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ മറുപടി പറയാൻ പോലും ജില്ലാ സെക്രട്ടറിക്ക് ആയിട്ടില്ല. അപ്പൊ അത് ആ മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറയുന്നത് കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ ശേഖരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് അവർ പോകുന്നത്. മാത്രമല്ല CPM-ന്റെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ലോക്കൽ കമ്മിറ്റികളിൽ പറയുന്നത് ഈ കുഞ്ഞികൃഷ്ണന്റെ നടപടിയെ പാർട്ടി എടുത്ത നടപടിയെ പിന്തുണയ്ക്കുന്നുവെങ്കിൽ പോലും ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്കുകൾ നൽകണം എന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ആ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്കുകൾ നൽകിയില്ലെങ്കിൽ അത് അംഗീകരിക്കാനാകില്ല എന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ 12-ൽ 10 ലോക്കൽ കമ്മിറ്റികളും ഇത്തരത്തിൽ പാർട്ടി കണക്ക് പുറത്തുവിടണമെന്നൊരു ആവശ്യം ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഗൗതം. ഓക്കെ, എന്തായാലും വി കുഞ്ഞികൃഷ്ണനെതിരായിട്ടുള്ള നടപടിയിൽ ഇപ്പോൾ CPM-നകത്ത് പൊട്ടിത്തെറിയാണ്. CPM-ൽ രാജി വെച്ചുകൊണ്ട് നേതാക്കൾ കുഞ്ഞികൃഷ്ണന് ഐക്യദാർഢ്യം അർപ്പിക്കുന്നു. ഒപ്പം CPM നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നു. അതോടൊപ്പം തന്നെ പുസ്തകവുമായി ബന്ധപ്പെട്ട് വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ കേരള രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കും. CPM-നെതിരെ വലിയ വിമർശനമാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം. മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്ന്